ഹായ് ഓൾ, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സിപി നൂർദ്ദീൻ. കേരളത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അതിലേറെയും ക്ഷേമ പദ്ധതികളാണ്. ഏറ്റവും പുതിയതും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വിവിധ PSC മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അൾട്ടിമേറ്റ് ക്ലാസ് ആണിത്. ഈ ഒരു സെഷൻ അവസാനിക്കുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽ നിന്നും ഇനിയൊരു ചോദ്യം കേരള PSC ചോദിച്ചാൽ ഉത്തരം തെറ്റാതെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും. ഈ ഒരു ക്ലാസിന്റെ PDF നോട്ടിനായിട്ട് ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും PDF ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം എംഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ആപ്പിൻ്റെ ഉള്ളിൽ നിന്നും PDF സ്വന്തമാക്കാം. അപ്പോൾ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയേ. ജീവാനന്ദം നമ്മൾ പരമാനന്ദം എന്ന് പറയുന്നത് പോലെ ഏറ്റവും പ്രധാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പത്രത്താളുകളിൽ ആദ്യ പേജിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ചതിന് ശേഷം മാസം തോറും തുക തിരികെ നൽകാനുമായി ലക്ഷ്യമിടുന്ന ഒരു ആനുവിറ്റി പദ്ധതി. അതായത് കേരള സർക്കാർ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെപ്പടി വിദ്യയായിട്ടാണ് ജീവാനന്ദം പരിപാടി അല്ലെങ്കിൽ പദ്ധതിയെ ജീവനക്കാർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവാനന്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനിയുള്ള പരീക്ഷകളിൽ കണ്ടുകൊള്ളുക. സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മറ്റൊരു പ്രധാനപ്പെട്ട ഫ്ലോപ്പ് പദ്ധതിയാണ്. ഇതുകൊണ്ട് ജീവനക്കാർക്ക് ഇപ്പോൾ യാതൊരുവിധ ഗുണവുമില്ല. കയ്യിൽ കായമുടക്കി മാത്രമേ ഇപ്പോൾ ചികിത്സ ചെയ്യാനും സാധിക്കുന്നുള്ളൂ. മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആണ്. മെഡിസെപ്പിന്റെ പൂർണ്ണരൂപം ഒരേ ഒരു തവണ PSC ചോദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതര സംസ്ഥാന കുട്ടികളെ മലയാള ഭാഷ പഠിപ്പിക്കണം. അപ്പോൾ അത് അവരുടെ ഭാഷയിലൂടെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരണം. ഇതിനായിട്ട് ഇത്തരത്തിലൊരു ആകർഷണം നടപ്പിലാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റ് അഥവാ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിവാസം. ശ്രദ്ധിക്കാം. കേരള എക്സൈസ് വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, ഒന്ന് നേർവഴി, മറ്റൊന്ന് ഉണർവ് എന്നുള്ളതാണ്. അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് വരുന്ന, ഇപ്പോൾ ലഹരി വളരെ സുലഭമായി സ്കൂളുകളിലും കോളേജുകളിലും കടന്നുകൂടിയിരിക്കുകയാണ്. ലഹരിയിൽ നിന്നും കുട്ടികളെ കരകയറ്റുന്നതിനായി അധ്യാപകരുടെ പങ്കാളിത്തത്തോടുകൂടി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി എന്നുള്ളത്. എന്നാൽ ഉണർവ് എന്ന പദ്ധതി സ്കൂളും കോളേജും തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ അധ്യാപകർക്കുള്ള ഒരു പങ്കാളിത്തം എടുത്തു പറയുന്നില്ല. അതിനു പകരം ഈ കുട്ടികളെ അവരുടെ ഊർജം, പഠനത്തിന് ശേഷമുള്ള അവരുടെ ഊർജത്തെ കലാകായിക മികവ് പരിപോഷിക്കുന്നതിനായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള എക്സൈസ് വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉണർവ് എന്നുള്ളത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, മറ്റൊന്നുമില്ല. സർക്കാർ സ്ഥാപനങ്ങളുടെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, പേറോൾ, മറ്റ് അക്കൗണ്ട് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി തയ്യാറാക്കിയ സ്പാർക്ക് എന്നതിന്റെ പൂർണ്ണരൂപം. സ്പാർക്ക് വഴിയാണ് ഇപ്പോൾ എല്ലാവർക്കും ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിൽ, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക്. സ്പാർക്ക് എന്നതിന്റെ പൂർണ്ണരൂപം ഒന്നിൽ കൂടുതൽ തവണ PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി RK ഓഫ് കേരള. ഓക്കെ. ഇനി അങ്കണവാടി പരിപാടിയാണ്. അങ്കണവാടി
ഇപ്പോൾ സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ടയും പാലും നൽകുന്ന പരിപാടി ആഴ്ചയിൽ 2 ദിവസം ആക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവയൊന്നും കാര്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ള വ്യാപകമായ ആക്ഷേപം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കണവാടി കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിനായും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനായും ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പോഷക ബാല്യം. ഇനി പരമ്പരാഗത അങ്കണവാടികൾ എന്ന് പറയുമ്പോൾ എന്താണ്? മഴയത്ത് ചോർന്നൊലിച്ച് അല്ലെങ്കിൽ വൃത്തിഹീനമായ ആ ഒരു ചിന്തയാണല്ലോ, നമ്മുടെ ഭാവനയാണല്ലോ മനസ്സിലുള്ളത്. ഇത്തരത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിന് പരമ്പരാഗത അങ്കണവാടികളെ മികച്ച സൗകര്യങ്ങളുള്ള സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്നു പദ്ധതി സ്മാർട്ട് അങ്കണവാടി. അങ്കണവാടികളെ ശിശു സൗഹൃദമാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി. ഒന്നിൽ കൂടുതൽ തവണ PSC ചോദ്യമായിരുന്നു. ചായത്തിന്റെ ഫുൾ ഫോം നോക്കിക്കോളൂ. ചൈൽഡ് ഫ്രണ്ട്ലി അംഗൻവാടീസ് ഈൽഡഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ. അംഗൻവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്നതിനായും സോളാർ എന്നിവയുടെ സഹായത്തോടു കൂടി മറ്റുമല്ല ഊർജ കാര്യക്ഷമമാക്കുന്നതിനായും എനർജി മാനേജ്മെന്റ് സെന്റർ നടപ്പിലാക്കുന്ന പദ്ധതി. PSCയുടെ കഴിഞ്ഞ പരീക്ഷാ ചോദ്യമായിരുന്നു അങ്കൺ ജ്യോതി പദ്ധതി. അങ്കൺ ജ്യോതി പദ്ധതി കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. പാർശ്വവൽകൃത മേഖലകളിൽ താമസിക്കുന്നവരുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുക, ജനാധിപത്യ സാഹോദര്യബോധം ഊട്ടിയുറപ്പാക്കുക, കടമകളും ഉത്തരവാദിത്തങ്ങളും ബോധ്യപ്പെടുത്തുക, സാമൂഹിക അസമത്വം ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പൗരധ്വനി. ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയാം പൗരധ്വനി എന്നുള്ളത് കേട്ടോ, പൗരധ്വനി. ഇനി പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പാക്കുന്നതിനുമായിട്ട് കായിക യുവജനകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ SCERT വികസിപ്പിച്ച ഒരു പദ്ധതി. SCERTയുടെ പൂർണ്ണരൂപം നോക്കിക്കൊള്ളുക, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പൊ SCERT വികസിപ്പിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. ഇനി നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു SSLC +2 ഫുൾ A+ അല്ലെ, ഫുൾ A+ ഒക്കെ വാങ്ങിച്ച കുട്ടികൾക്ക് പലതരത്തിലുള്ള അനുമോദനങ്ങൾ നൽകുന്ന വാർത്തകളും ഫോട്ടോകളും മറ്റുമെല്ലാം. എന്നാൽ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ ഇതര സംവിധാനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവർക്ക് അത് സൗജന്യമായിട്ട് തുടർ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. അതാണ് ഹോപ്പ് പദ്ധതി. വാർത്ത കണ്ടില്ലേ? ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികളിൽ A+ഉം Aയും ഒക്കെ കിട്ടിയ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിന്റെ ഫോട്ടോയും മറ്റുമെല്ലാം പത്രങ്ങളിൽ അകത്തെ ആളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹോപ്പ് പദ്ധതി കേരള പോലീസിന്റെ കേരള പോലീസ് നേതൃത്വത്തിൽ നടത്തുന്ന ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സ്ത്രീ പുരുഷ ട്രാൻസ്ജെൻഡർ ഭേദമന്യേ എല്ലാ ഭിന്നശേഷിക്കാർക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിട്ട് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. കേരളത്തിന്റെ ക്ഷേമ പദ്ധതികളെല്ലാം തയ്യാറാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്. അവരുടെ കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ട്. ആ മിഷനാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് നേതൃത്വം നൽകി അവതരിപ്പിക്കുന്നത്. പരിരക്ഷ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം, ചോദ്യമാണ്, PSC ചോദ്യമായിരുന്നു. വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഡിഗ്രി, ഡിപ്ലോമ, PG കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം മാക്സിമം 24,000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വർണ്ണം എന്നുള്ളത്. എന്നാൽ ദാരിദ്ര്യരേഖ അഥവാ BPL അതിന് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ല് വയ്ക്കുന്നതിനായിട്ട് 5,000 രൂപ ധനസഹായം. അത് PSC തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. മന്ദഹാസം പദ്ധതിയാണ് ഇതിന്റെ ഉത്തരം. മന്ദഹാസം പദ്ധതിയിലൂടെ പരമാവധി ലഭിക്കാവുന്ന തുക 5,000 രൂപ. കൃത്രിമ പല്ലാണ് കേട്ടോ, നമ്മുടെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക്. 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും വയോമിത്രം. വയോ എന്നുള്ള പേരിൽ ഒരുപാടുണ്ട്. വയോ മധുരം, അല്ലെ, വയോരക്ഷ. നോക്കാം, ഒറ്റയ്ക്ക് താമസിക്കുന്നവരും തുണയില്ലാത്തവരുമായ നിർധനരായ വയോജനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുന്നതിനായുള്ള പദ്ധതിയാണ് വയോരക്ഷ. ഓക്കെ, ഇനി BPL വിഭാഗത്തിലെ 60 വയസ്സിന് മുകളിലുള്ള പ്രായമായ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതി വയോമധുരം. പേരിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിക്കൽ വകുപ്പിന്റെ പിന്തുണയോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സർക്കാർ വൃദ്ധസദനങ്ങളിലുള്ള അന്തേവാസികളുടെ ചികിത്സയ്ക്കായി ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോവാന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് വയോമിത്രം തന്നെയാണ്. വയോമിത്രമാണ് 65 വയസ്സ് അല്ലെ മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി വയോമിത്രം. ഓക്കെ, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കായി ഡേ കെയർ സൗകര്യം നൽകുന്ന പദ്ധതി സായം പ്രഭ ഹോം. PSC ചോദ്യമായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം പരീക്ഷ. സായം പ്രഭ ഹോമും മറ്റൊരു പദ്ധതിയുണ്ട്, മെറി ഹോം പദ്ധതി. അതെന്താണ് നമുക്ക് നോക്കിയാലോ. മെറി ഹോം പദ്ധതി സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കായി കേരള സർക്കാർ നൽകുന്ന ഭവന വായ്പാ പദ്ധതി, അതാണ് മെറി ഹോം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രതിമാസം 2000 രൂപ നൽകപ്പെടുന്ന പദ്ധതി, അതാണ് മാതൃജ്യോതി. ആദ്യ 2 കുട്ടികൾക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ആദ്യ 2 കുട്ടികളുടെ പ്രസവം ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ 2000 രൂപ പ്രതിമാസം ലഭിക്കുകയുള്ളൂ. ഓക്കെ, മാതൃജ്യോതി. 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പ് ലഭ്യമാക്കുന്ന വെബ് പോർട്ടൽ എല്ലാവർക്കും അറിയാം. സമഗ്ര പോർട്ടലിൽ പോയി ചെന്നാൽ SCERT പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ക്ഷീര കർഷകരുടെ കുടുംബങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള കേരള സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കണം അല്ലെ, അതായത് സ്റ്റഡി ആൻഡ് ജോബ് രണ്ടും പാരലായിട്ട് പോകണം. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി. വയോജനങ്ങളിൽ നിന്നും ഡിമെൻഷ്യ, അൽഷീമേഴ്സ്, ഓർമ്മക്കുറവുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ്. ഇത്തരത്തിലുള്ള ബാധിതരെ കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി, പേരിൽ തന്നെയുണ്ട് ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഓർമ്മത്തോണി. ഇനി പട്ടിക വിഭാഗ സംരംഭകർ എന്ന് പറഞ്ഞാൽ SC ST, പട്ടികജാതി, SC പട്ടികവർഗം ST, അവരുടെ വികസനത്തിന്റെ അതായത് അവരുടെ ആ ഒരു സംരംഭകരെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും SC ST വകുപ്പിന് കീഴിലെ ഉന്നതിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി. അതുപോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട്. അത് കൂടാതെ കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അധികമായി 100 തൊഴിൽ ദിനങ്ങൾ കൂടി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ്. കുട്ടികൾക്കിടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. പലതരം കാരണങ്ങൾ, ചെറിയ കാരണങ്ങൾ പോലും വേണ്ട, ചെറിയൊരു മാർക്ക് കുറഞ്ഞാൽ കൂടിയിട്ടും ആത്മഹത്യാ പ്രേരണ കുറയ്ക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിനവ്. സംസ്ഥാനത്ത് താമസിച്ച് ജോലി ചെയ്തു വരുന്ന അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അറിയപ്പെടുന്ന പേര് ആലൈ എന്നുള്ളതാണ്. ആലൈ, ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത് ഗസ്റ്റ് വർക്കേഴ്സ് ഫ്രണ്ട്ലി റെസിഡൻസ് ഇൻ കേരള എന്നുള്ളതാണ്. ഓർത്തുകൊള്ളണം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാകല്യം. പ്രതിസന്ധി ഘട്ടങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങളിലോ വിവിധ സേവനങ്ങൾ, അതായത് വൈദ്യസഹായം, ചികിത്സ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വൈദ്യസഹായം, അതുപോലെ തന്നെ നിയമസഹായം ആവശ്യമുള്ള ട്രാൻസ്ജെൻഡർമാർക്ക് ഇത്തരത്തിലുള്ള സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കരുതൽ. അപ്പോൾ കരുതൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾക്ക് മുന്നേ തിയേറ്ററുകളിലൊക്കെ ഈ ഒരു കരുതൽ പദ്ധതിയുടെ പ്രൊമോഷൻ
ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സിനിമയിൽ, ഇന്റർവെല്ലിനും അത് സിനിമയ്ക്ക് മുന്നേ ഒക്കെ. ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി, അതായത് സമഗ്രമായ പദ്ധതിയാണ്. ഇവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് പലതര സേവനങ്ങൾ കേരള സർക്കാർ നൽകി വരുന്നുണ്ട്. ഈ സേവനങ്ങളെ എല്ലാം ഒരൊറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് കോംപ്രഹെൻസീവ് ആക്കിക്കൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന പദ്ധതിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഈ സമഗ്ര പദ്ധതിയാണ് മഴവില്ല് എന്നുള്ളത്. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷനുമായി സഹകരിച്ചുകൊണ്ട് സാമൂഹിക നീതി വകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് സമന്വയ. നിരവധി തവണ ചോദിച്ച ചോദ്യമാണ്. ഇനി ഇതും നിരവധി തവണ വന്നിട്ടുള്ളതാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക്, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരാലും സംരക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ നോക്കാനോ ഇല്ലാത്ത വിധവകളെ, അവർക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അവരുടെ ബന്ധുവിന് പ്രതിമാസം 1000 രൂപ അനുവദിക്കുന്ന കേരള സർക്കാർ പദ്ധതി അഭയ കിരണം. അപ്പോൾ 1000 രൂപ ഓർത്തുകൊള്ളണം. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഭർത്താവിൻ്റെയോ അന്നദാതാവിൻ്റെയോ മരണത്തെ തുടർന്ന് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ ബാധിച്ച മറ്റേതെങ്കിലും ദുരന്തത്തെ തുടർന്ന് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പരമാവധി മാക്സിമം ചോദിച്ചിട്ടുണ്ട് എത്ര രൂപ വരെ, 50,000 രൂപ വരെ ഒറ്റത്തവണ സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി അതിജീവിക. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ സുഖം പ്രാപിച്ചവർക്കായുള്ള റീഹാബിലിറ്റേഷൻ സ്കീം അഥവാ പുനരധിവാസ പദ്ധതി. PSC ചോദ്യമായിരുന്നു ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക്. സ്നേഹക്കൂട്, ഉത്തരത്തിൽ സ്നേഹക്കൂട് എന്നും എന്റെ കൂട് എന്നൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹക്കൂടായിരുന്നു ഉത്തരം. ആദിവാസി വിഭാഗങ്ങൾക്ക്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, വൈദ്യസഹായം ലഭിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയെ വിളിക്കുന്നത് സ്നേഹഹസ്തം എന്നാണ്. എന്നാൽ എന്താണ് സഹായഹസ്തം? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി പരമാവധി 30,000 രൂപ സഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. ഇനി പട്ടികജാതി കുടുംബങ്ങൾക്കായി SC വിഭാഗം, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവരുടെ വീടുകൾ പുതുക്കിപ്പണിയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് അഥവാ സെക്യൂർഡ് അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ് എന്നുള്ളത്. മറ്റൊരു ചോദ്യം ലഞ്ച് ബെല്ലാണ്. ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ മറ്റൊരു പദ്ധതിയാണ്. അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്താണെങ്കിൽ ടെക്നോ പാർക്ക്, ഒരു ഒട്ടനവധി സ്വകാര്യ വ്യക്തികൾ ജോലി ചെയ്യുന്ന ഒരു ഏരിയയാണ് ടെക്നോ പാർക്ക്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം വിളമ്പുന്നതിനായി കുടുംബശ്രീ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലഞ്ച് ബെൽ. വൻ ഹിറ്റാണ്. കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മുഖേന കേരള സർക്കാർ നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉജ്ജീവനം. നോക്കിക്കോളൂ, ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. ഉജ്ജീവനം. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് എന്തെന്ന് ചോദിച്ചാൽ ഉജ്ജീവനം. ഗോത്രവിഭാഗത്തിൽപ്പെട്ട, ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷാ അഭിയാൻ ആരംഭിച്ച ഓൺലൈൻ പഠന ക്ലാസ് അറിയപ്പെടുന്നത് മഴവിൽ പൂവ് എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ്, കയ്യോ കാലോ ഒക്കെ പോയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പലിശരഹിത വായ്പയോടുകൂടിയുള്ള സ്വയം തൊഴിൽ സഹായ പദ്ധതി. അടുപ്പിച്ച് 3 പരീക്ഷകളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കൈവല്യ പദ്ധതി. ഇനി വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതി അറിയപ്പെടുന്നത് വിദ്യാശ്രീയ. എന്നാൽ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള KSFE പദ്ധതി വിദ്യാസഹായം. അപ്പൊ ശ്രദ്ധിക്കണം, ലാപ്ടോപ്പ് നൽകും, വായ്പയായിട്ടാണ് നൽകുന്നത്, തിരിച്ച് അടവുണ്ട്. ഓക്കെ, അതാണ് വിദ്യാശ്രീ എന്ന് പറയുന്നത്. എന്നാൽ ഓൺലൈൻ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയെ അറിയപ്പെടുന്ന പേര് വിദ്യാസഹായം എന്നുള്ളതാണ്. വിദ്യാശ്രീയും വിദ്യാസഹായം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. വിസ്മയ കേസ് വന്നതിന് ശേഷം വളരെ ചർച്ച ചെയ്യപ്പെട്ട, അതിനുവേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട 2 പ്രധാനപ്പെട്ട പദ്ധതികൾ, ഒന്ന് അപരാജിത, മറ്റൊന്ന് ഒരു കൗൺസിലിംഗ് സ്കീമാണ് കാതോർത്ത്. നമുക്ക് നോക്കാം. ഗാർഹിക പീഡനങ്ങളും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളെ സംബന്ധിച്ച പരാതികൾ അറിയിക്കുന്നതിനുള്ള കംപ്ലൈന്റ് പോർട്ടൽ അപരാജിത.
ഗാർഹിക സ്ത്രീധന പീഡനങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഓൺലൈൻ കൗൺസിലിംഗ് പദ്ധതിയാണ് കാതോർത്ത്. ഇനി നമ്പർ 1 ക്ഷേമ പദ്ധതി എന്ന് പറയാം. സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 വർഷം രൂപ നൽകുന്ന സർക്കാർ പൊതുജനാരോഗ്യ സംരക്ഷണ പദ്ധതി. പബ്ലിക് ഹെൽത്ത് സേഫ്റ്റി മിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന് പറയും. വിട്ടുപോകരുത്. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്കുമായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സാ ധനസഹായം ലഭിക്കും. ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ടും മാക്സിമം 5 ലക്ഷം രൂപ വരെ നമുക്ക് ചെലവാക്കാൻ സാധിക്കും. അത് ചെലവാക്കി കഴിഞ്ഞാൽ അടുത്ത രണ്ടാമതൊരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇതിൽ കവർ ചെയ്യത്തില്ല. കാസ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണരൂപം PSC ചോദ്യമായിരുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഹൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചൂഷണത്തിന് വിധേയരായ അവിവാഹിത അമ്മമാർക്ക് സഹായം നൽകുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ജീവിതശൈലി രോഗം അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രതിരോധം ലക്ഷ്യമിട്ട് കേരള ആരോഗ്യ വകുപ്പും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം അല്ലെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ സർജറി നടത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. കോക്ലിയർ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ശ്രുതി തരംഗം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം എന്നുള്ളത്. ഓക്കെ, താലോലം ഇത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള കേരള സർക്കാരിന്റെ സൗജന്യ ചികിത്സ ധനസഹായ പദ്ധതിയാണ് താലോലം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി അറിയപ്പെടുന്നത് മിഠായി. 2023 സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ പ്രത്യേക കർമ്മ പദ്ധതിയാണ് കർസാപ്പ് എന്ന് പറയുന്നത്. ഇത് PSC ചോദ്യമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ടാണ് വന്നത്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതോടുകൂടി ഇന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആന്റിബയോട്ടിക് പ്രശ്നം കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് ഇപ്പോൾ പല മെഡിക്കൽ സ്റ്റോറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകൾ മറ്റുമെല്ലാം ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പോൾ കിട്ടത്തില്ല. നമുക്ക് കിട്ടിയ പോലെ നമ്മൾ ചുമ്മാ ചെന്ന് ആന്റിബയോട്ടിക് വാങ്ങിച്ചൊക്കെ കഴിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മറ്റൊരു വശം നമ്മൾ പിന്നീട് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ആന്റിബയോട്ടിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന സൈഡ് എഫക്ട്സ് അതിൻ്റെ സാക്ഷരത കൃത്യമായിട്ട് മനസ്സിലാക്കി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കർസാപ്പ് എന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. 2023 അത് സാധ്യമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി. കോവിഡ് അനന്തരം സംസ്ഥാനത്തെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കോവിഡ് അനന്തരമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണെന്നുള്ള രീതിയിൽ PSC അതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുന്നതിനായി എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി, ശ്രദ്ധിക്കണം, എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. അത് ലൈഫ് മിഷൻ ആണ്. 2016 നവകേരള മിഷൻ നടപ്പിലാക്കപ്പെട്ടത്. നവകേരള മിഷന്റെ ഭാഗമായിട്ട് 4 പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ. നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ പദ്ധതി എന്താണെന്നറിയാമോ? ആർദ്രം പദ്ധതിയാണ്. അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക, ജനങ്ങൾക്ക് സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഈ പറയുന്ന സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആർദ്രം എന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഹരിത കേരളം. ശുചിത്വം, ജലസമൃദ്ധി, ശ്രദ്ധിക്കുക, സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശുചിത്വം, ജലസമൃദ്ധി, ജലസുരക്ഷ, ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതമായ ഉൽപാദനം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് ഹരിത കേരളം എന്നുള്ളത്. കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി ഉടച്ചു വാർക്കുന്നതിനായി നവകേരള മിഷന്റെ ഭാഗമായുള്ള 4ാമത്തെ പദ്ധതി
അതായത് സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വീണ്ടും സർക്കാർ സ്കൂളുകളിലേക്ക് എൻറോൾമെന്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള മിഷന്റെ ഭാഗമാക്കി കൊണ്ടുവന്നത്. പലവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിയിൽ സുരക്ഷിത താമസം സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എൻ്റെ കൂട് എന്നുള്ളത്. എൻ്റെ കൂട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കുവാനായി കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമ സഹായ പദ്ധതിയാണ് കൂട്ട് എന്നുള്ളത് കൂടി പറഞ്ഞ് ഓർമ്മിപ്പിച്ച് വെച്ചുകൊണ്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. നോട്ട് മറക്കണ്ട. എം ഫേവർ കേരള PSൽ നിന്നും ഡൗൺലോഡ് ചെയ്തുകൊള്ളുക. നന്ദി.